ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് മഴയൊന്ന് പെയ്ത് കഴിഞ്ഞപ്പോൾ തണുപ്പൊന്ന് കൂടിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഒരു ഫിഷ് തവയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പിടിച്ച കാന്താരി കൊണ്ടുള്ള ഒരു ഫിഷ് തവയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ കാന്താരി തവയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് കുറച്ച് ഉള്ളിയാണ്. കുറച്ച് ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഒരു 10-15 കഷ്ണം തൊട്ട് ഒരു 20 കഷ്ണം വരെ, അതായത് അതിൻ്റെ സൈസ് അനുസരിച്ച്. ഒത്തിരി വലിയ ഉള്ളികളാണ് കിട്ടുന്നതെങ്കിൽ 10-15 എണ്ണം മതി. അതെല്ലാം ചെറുതാണെങ്കിൽ ഒരു 20 എണ്ണം വേണം. അതൊന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാന്താരി, ഒരു പിടി കാന്താരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതൊന്ന് തണ്ട് കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പിടി കാന്താരിയുടെ കൂടെ ഞാൻ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് അത് ആദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. കാന്താരി ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉരിച്ചു വെച്ചേക്കുന്ന ഉള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ചതയ്ക്കാം. അത് ഉള്ളി ആദ്യം ഇടാഞ്ഞത് നല്ലോണം ചതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. കല്ലിൽ വെച്ച് ചതയ്ക്കുകയാണെങ്കിൽ നല്ലോണം ചതച്ചെടുക്കാൻ പറ്റും. പക്ഷേ മിക്സിയിലാകുമ്പോൾ ചിലപ്പോൾ അരഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉള്ളി ഇടാഞ്ഞത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീൻ ഏകദേശം 1/2 കിലോയോളം മീനുണ്ട്. 6 കഷ്ണം മീനാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്കിതൊന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കണം. അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിക്കാനാണ്. അപ്പം മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒത്തിരി കട്ടിയിൽ കട്ട് ചെയ്യരുത്. കട്ടി കുറച്ച് വേണം. എന്നാലേ ഉള്ളൂ നമുക്ക് നല്ലോണം വെന്ത് കിട്ടിട്ട്. അല്ലെങ്കിൽ ഈ അടിഭാഗം ഇരുന്ന് വേകുന്ന ഭാഗം എന്ന് വെച്ചാൽ കരിയും. നമ്മൾ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും, അത് കരിയുകയും ചെയ്യും. നമ്മൾ ഈ അരപ്പ് പുരട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മൊത്തം അരപ്പും കൂടി എടുത്തിട്ട് അങ്ങോട്ട് അരപ്പ് പുരട്ടണ്ട. കുറച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു 1/4% എടുത്ത് മാറ്റി വെക്കുക ഇതിൻ്റെ അരപ്പ്. ബാക്കി എടുത്തിട്ട് ഇതിനകത്ത് പുരട്ടിയാൽ മതി. അരപ്പ് പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. കാരണം അരപ്പ് നല്ലോണം മീന് പിടിക്കാൻ വേണ്ടിയാണ്. മീന് പിടിച്ചാലേ ഉള്ള ആ മീന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കൊരു തവ ചൂടാക്കി അതിലേക്ക് ഈ മീനുകൾ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. അപ്പം തവ ചൂടാക്കുമ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അധികം എണ്ണയൊന്നും വേണ്ട. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ല, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്ക് അല്ല. അപ്പം അതിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് ഞാൻ ഈ മീനെടുത്ത് വെക്കുന്നത്. പുറത്തും ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവുന്നുണ്ട്. നമ്മൾ നല്ല ചെറിയ തീയിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ചെറിയ തീയിൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചിടാം. അപ്പം മറിച്ചിടുമ്പം നമ്മൾ അടിയിലിരിക്കുന്ന ഭാഗം എപ്പോഴും അതിനകത്തോട്ട് തവയിലോട്ട് അരപ്പൊന്ന് പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി അരപ്പൊന്ന് തേച്ച് കൊടുക്കാറുണ്ട്. അരപ്പാണ് ഈ തവയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം. കാരണം ആ അരപ്പുണ്ടെങ്കിൽ നമുക്ക് ആ തവ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കൊടുത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഓരോ പ്രാവശ്യവും മറിച്ചിടുമ്പം കുറേശ്ശെ അരപ്പ് വീണ്ടും തേച്ചിട്ടാണ് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ തവ നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം ആ കറിവേപ്പിലയിൽ ഒന്ന് ആവി കയറി അതിൻ്റെ മണം ഒന്ന് ആ മീനിലേക്കാകാൻ വേണ്ടിയാണ്. അപ്പം അത് ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നമ്മുടെ തവ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതേ കണക്ക് തന്നെ ഫിഷ് കൊണ്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.